ഭഗവാനെ കൃഷ്ണ, 16,008 കാമുകിമാരുള്ള അങ്ങയോട് ഒരെണ്ണത്തിന്റെ കാര്യമല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനും അങ്ങയുടെ ഒരു ഭക്തനല്ലേ. ഭഗവാനെ, ഒരേ ഒരെണ്ണം. 1 മിനിറ്റ് പറഞ്ഞോളൂ ഭഗവാനെ. ഭഗവാനോ? ആ, എടേ, നീ ഇന്നെങ്ങാനും വരും ഇങ്ങോട്ട്? വേണേ കുറച്ച് കാത്തു നിൽക്കൂ വത്സ, ഇല്ലെങ്കിൽ നടന്നു പോകൂ. ബെസ്റ്റ്. ചേച്ചി, ഒന്നിങ്ങ് വന്നേ. എനിക്ക് അഭിജിത്ത് എന്ന നല്ലൊരു പേരില്ലേ, പിന്നെന്തിനാ നീട്ടി അഭിക്കുട്ടാ എന്ന് വിളിക്കുന്നത്? നീ എന്റെ ചക്കര അനിയനല്ലേ? പിന്നെ അനിയൻ എന്നിട്ടാണോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത? എന്ത് ശ്രദ്ധ? നിനക്ക് എന്തിന്റെ കുറവാടാ ഇവിടെ ഉള്ളേ? പ്രിയേ, അവനാ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തേക്കണേ. ബിസ്ക്കറ്റ്, പാലും ബിസ്ക്കറ്റും കഴിക്കേണ്ട പ്രായമല്ല ഞാൻ. എന്റെ കൂട്ടുകാർക്കൊക്കെ പിള്ളേരായി. ഞാൻ മാത്രം രാവിലെ എനിക്ക് പാല് ബിസ്ക്കറ്റ് മടുത്ത്. ഒരു ശ്രദ്ധയില്ല എന്റെ കാര്യത്തിൽ. എന്തടാ നിനക്ക് ഇഷ്ടമുണ്ടല്ലേ ബിസ്ക്കറ്റ് തരാം അമ്മ പറയുന്നത്? ഇത് പിടിച്ചേ. പോയെ അമ്മേ, ഒന്നിങ്ങി വന്നേ. ഇവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്താടാ? അവന്റെ കൂട്ടുകാർക്ക് പിള്ളേരായെന്നോ അവന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. കൂട്ടുകാർക്ക് പിള്ളേരായെങ്കിൽ നിനക്കെന്താ? തുടങ്ങി. നീയാണോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്? എനിക്കും കല്യാണം കഴിക്കണ്ടേ? അല്ല, എനിക്ക് അറിയാൻ വയ്യെന്നിട്ട് ചോദിക്കുക. അതിന് ആശയ്ക്ക് 15 വയസ്സല്ലേ ആയുള്ളൂ. 3 വർഷോടെ കഴിയട്ടെ, നിന്റെ കല്യാണം ചേച്ചി നടത്തി തരും. ആശ അവൾക്ക് എന്താടാ കുഴപ്പം? അവൾ എനിക്ക് ഇപ്പോഴും കൊച്ചുകുട്ടിയാ. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. എന്ത് സംഗതി മുറപ്പെണ്ണൊക്കെയാ. പക്ഷേ വേണ്ട. അത് മാത്രമല്ല, എനിക്ക് 3 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ അങ്ങേര് ജീവനോടുള്ള കാലത്ത് അനിയത്തിക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണോന്നല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 3 വർഷം വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? ലാലേട്ടൻ വസുന്ധരദാസിനെ അടിച്ചോണ്ട് പോയ പോലെ ഞാനും എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതായിരിക്കും. ഒന്നാം തീയതി അതും മിലിറ്ററി സാധനം. ചിരിക്കുന്നോടാ. എന്താമേ? മോനെ, ആകാശ് എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നിങ്ങളിത് എവിടെ നിൽക്കുവാ? എന്തു പറ്റി? എന്താ പ്രശ്നം? ഡാ മോനെ, അച്ഛനെ ആരോ തല്ലിയടാ. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ, അവനോടൊന്ന് വിളിക്കാൻ പറ. ശരിയമ്മേ, ഞാൻ വിളിക്കാൻ പറയാം. ലൊക്കേഷനൊക്കെ അയച്ച കറക്റ്റ് ആണല്ലേ? അവനോട് ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കില്ലേ. എടാ, ആ ഫോണൊന്ന് കട്ട് ചെയ്തേ.
നീ ടെൻഷൻ അടിയ കാര്യം പറഞ്ഞേ. എടാ നിന്റെ അച്ഛന് പിന്നെയും തല്ലി കിട്ടിയടാ. ഇറങ്ങിയ ആര്യ നടക്കട്ടെ, അവളെ വീട് വേണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. നീ അമ്മയെ വിളിച്ചിട്ട് പോയാൽ മതി, ഞാൻ വണ്ടി എടുക്കത്തില്ല. വീട്ടുകാർ കഴിഞ്ഞിട്ട് മതി കണ്ട അവളുമാരൊക്കെ. ആ എന്നാ നീ വണ്ടി അങ്ങോട്ട് നോക്ക്. ഇറങ്ങിക്കേ. ആകാശേ മോനെ, അച്ഛനെ ആരോ. എനിക്ക് അവനെ തള്ളണോടാ. ഇന്നെവിടുന്നാ കിട്ടിയ? അവനെ വയലിനക്കരെ ഉള്ളതാ. ആ ഞങ്ങളിവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരെ. ഹലോ, ആരാ? അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇതാരാ? ഞാൻ അമ്മയുടെ മരുമോളാകാൻ പോകുന്ന കുട്ടിയാ. അമ്മേ, ഞാനും ഏട്ടനും നാളെ വീട് മാറി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക. അതെനിക്ക് അമ്മയോട് പറയണമെന്ന് തോന്നി. പിന്നെ അഭിയേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അമ്മയെയും വീട്ടുകാരെ ആരെയും അറിയിക്കരുതെന്ന്. അമ്മയുടെ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാവണം. ഞാൻ വെക്കുവാണേ. The subscriber is currently switched off. Please try after some time. തല്ല് മേടിക്കാനുള്ള പൂക്കളെ വണ്ടി കയറാ, വാടാ ഇങ്ങോട്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി. പോയ ചോന്നോണ്ട് വരാൻ കേറാ. ആരും ഇല്ല ഇവിടെ. ആരാ? ഓ, വീട്ടുകാരിയുണ്ട്. വീട്ടുകാരനവിടെ? വീട്ടുകാരനോ? ഇയാളേതാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കാൻ ഞാൻ ഇവിടുത്തെ സ്ഥല MLA ഒന്നും അല്ലല്ലോ. കെട്ടിയനാ ഇങ്ങോട്ട് ഇറക്കി വിട്. പതുക്കെ താൻ വന്ന കാര്യം പറ. കെട്ടിയവനെ വിളിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അച്ഛാ മോനെ, ഞാൻ അവനെ കൊല്ലാനൊന്നും പോകുന്നില്ല. ആ വരുന്നുണ്ടല്ല, കൊല്ലില്ലാന്ന് പറഞ്ഞപ്പോ വന്നല്ലേ, പേടിയുണ്ടപ്പോ. നിന്നെ പേടിക്കാൻ നീ ആരാടാ? ചേട്ടാ വേണ്ട. ചേട്ടാ അമ്മോ, ചേട്ടനെ വിളിക്കടി. എന്നും ഇങ്ങനെ കണ്ട് സംസാരിച്ച് നിരുന്നാൽ മതിയോ ചേട്ടാ? എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. വീട്ടിലേക്ക് എപ്പോഴും വരാലോ, നീ പറയുന്നില്ലല്ലോ. അയ്യടാ, അച്ഛനോട് വന്ന് നമ്മുടെ കാര്യം അവതരിപ്പിക്കാനാ ഞാൻ പറഞ്ഞത്. ഓ അതാണോ? അച്ഛനോടനെ ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് മോളെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തി. വരുന്നുണ്ട്, അവന്റെ സന്തോഷം കണ്ടില്ലേ? നീ വരട്ടടിയാവൻ. ആ ചേച്ചി, അനിയന്റെ ചക്കര ചേച്ചി എന്താ ഇത്ര ഗൗരവത്തില്? നീ നാളെ എങ്ങോട്ട് താമസം മാറുന്നു? എന്ത് കണ്ടോ, അവനൊന്നും അറിയില്ല. അവള് ഞങ്ങളെ വിളിച്ചെല്ലാം പറഞ്ഞു. അവളോ? ഏതവള്? നിന്റെ ഭാര്യയാകാൻ പോകുന്നവള്. ഭാര്യ? ഒന്ന് മാറിയേ. ഇത് ആരുടെ നമ്പറാടാ? അത് വിളിച്ചു നോക്കിയാ പോരെ? കൊറേ വട്ടം വിളിച്ചു. നിന്റെ നമ്പരിൽ നിന്ന് വിളിച്ചാലല്ലേ എടുക്കൂ. ഇത് പിടിച്ചേ. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കിപ്പോ സമയമില്ല.
നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം. നാളെ നീ തീരുമാനിക്കണ്ട, ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് എന്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന്? ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നിന്നെ കെട്ടിക്കാനാണ് തീരുമാനം. കെട്ടിക്കാനോ? അതൊന്നും വേണ്ട, മാറി ഞാനൊന്ന് കിടക്കട്ടെ. നാളെ നേരം വെളുക്കുമ്പോ നീ റെഡി ആയിക്കോ. എന്തിന്? നമ്മൾ പെണ്ണ് കാണാൻ പോവുക. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾക്ക് നീ ഒറ്റ ഒരുത്തനേ ഉള്ളൂ.